ഹലോ, എല്ലാവർക്കും ക്ലിയറൻസ് സെയിലിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ഉണ്ട്. അതുപോലെ നമുക്ക് ലാസ്റ്റ് കാണിച്ച പോലെ കുറച്ച് മൽക്കോട്ടൺ സാരീസും അങ്ങനെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഒരു പാറ്റേൺ ട്രയൽ നോക്കിയൊരു സാരിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിനെ ഒരു ട്രയൽ കാണിക്കാൻ വേണ്ടി ചെയ്ത് നോക്കിയൊരു സാരി. ഇതൊരു ഗ്രീൻ കളർ, അക്വാ ഗ്രീൻ കളറിലെ ഒരു ഓർഗൻഡി സാരിയിൽ സിംഗിൾ ഡിസൈനേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രയലിന് വേണ്ടി ജസ്റ്റ് കട്ട് വർക്ക് എങ്ങനെ വരും, അതായത് നമ്മൾ ഓർഗൻഡിയിൽ നമ്മൾ ഫസ്റ്റ് കട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ മാത്രം ഒരു സിംഗിൾ ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിന്റെ ഈ ഒരു ഫ്ലവർ പാറ്റേണിലാണ് നമ്മൾ കട്ട് വർക്ക് ട്രൈ ചെയ്ത് നോക്കി. ഒരു പർപ്പിൾ കളറിലെ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇത് നമുക്ക് 895 റുപ്പീസ് വരുന്ന ഓർഗൻഡി ഫാബ്രിക് ആണ്. നമ്മുടെ പുതിയ ഓർഗൻഡി ഫാബ്രിക് അല്ല, നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്ന ഓർഗൻഡി ഫാബ്രിക് ആണ്. അതുപോലെ ഈ ഒരു മെറ്റീരിയലിനകത്ത് ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഈ ഒരു മടക്ക് വശത്ത് ചെറിയൊരു വര വരുന്നുണ്ട്, വൈറ്റ് കളറിലെ വര വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ചെറിയൊരു, നമ്മൾ ഉടുക്കുമ്പോൾ അങ്ങനെ കാണത്തില്ല, അതുകൊണ്ട് നമ്മളിത് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഈ മെറ്റീരിയൽ ട്രയലിന് ഉപയോഗിച്ചത്. ഈ ഒരു സാരി നമ്മൾ ഇപ്പോൾ ഒരു 700 റുപ്പീസിന്റെ മെറ്റീരിയൽ കോസ്റ്റ് പോലും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിനകത്ത് ഡാമേജ് ഉണ്ട്. അതുപോലെ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ മാത്രം ഒരു കട്ട് വർക്ക് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇത് 700 റുപ്പീസിന് നമ്മളിപ്പം സെയിൽ ചെയ്യും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന സാരി. സെക്കൻഡ് നമ്മൾ കാണിക്കുന്ന ഒരു സബ്സ്ക്രൈബർ കളക്ഷന് വരുന്ന ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഈ സാരി നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ഈസ്റ്റർ കളക്ഷനിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ചില സാരീസ് വീഡിയോയിൽ കാണുന്നതിന്റെ ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ ചില വീഡിയോ റീച്ച് ആവാത്തത് കൊണ്ടോ ചില സാരീസ് നമുക്ക് ഇതുപോലെ സ്റ്റോക്കിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെയുള്ളൊരു സാരിയാണ്. നമുക്ക് വലിയ ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. പക്ഷെ ഇച്ചിരി വലിയ ബോർഡറിലൊക്കെ സാരി മീൻസ് ഫ്ലീറ്റ് എടുത്താൽ മാത്രമേ ഡിസൈൻസ് നമുക്ക് ഹൈലൈറ്റ് ആവത്തുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫുൾ ബോർഡറിലൂടെയും ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിറച്ചും എംബ്രോയിഡറി കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേണിലൊക്കെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അതുണ്ടോ, രണ്ട് വശത്തൂടെ ബോർഡറിൽ ഫുൾ നമ്മുടെ ആ ഒരു സാരിയുടെ ഫുൾ ബോർഡർ കവർ വരുന്ന പോലെ തന്നെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഈ ഒരു സാരി നമുക്ക് ഇപ്പം ഇത് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ബ്ലൗസ് നമുക്കിത് 1700 റുപ്പീസിലാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വൈറ്റ് സാരി, നമുക്ക് ഒരു വൈറ്റ് സാരിയും കൂടി ഇതുപോലെ ഈ ഡിസ്കൗണ്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേ സമയത്തുള്ള ഒരു സാരി തന്നെയാണ് ഇത്. വിത്ത് ബ്ലൗസോട് കൂടിയാണ്, വലിയ എംബ്രോയിഡറി പാറ്റേണോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്തും നിറച്ചും ഇതുപോലെ ഇതുണ്ട്, വലിയ സൈസിലുള്ള എംബ്രോയിഡറി പാറ്റേൺസ് ഇതുപോലെ കൊടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിന്റെ പല്ലു പോർഷനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ ബോർഡർ പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഫുൾ ബോർഡറിൽ ഇതുപോലെ ഇതുണ്ട്, ഫുൾ ബോർഡറിലും ഇതുപോലെ ഡിസൈൻസ് ഉണ്ട്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡിങ് പോസ്റ്റിലായിട്ടും ഒക്കെ ഫുൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വലിയ ഡിസൈൻസ് ഉണ്ട്. ഈ സാരിയിലും ഈ പറഞ്ഞ പോലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. വലിയ സ്റ്റിച്ചസോട് കൂടിയുള്ള ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് ഇച്ചിരി കെയർഫുൾ ആയിട്ട് ഉടുക്കേണ്ട സാരിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് കൂടുതലായിട്ട് നമുക്കത് സോൾഡ് ആവാത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ലുക്കിന്, അത് ഇത്രയും വലിയ ഡിസൈൻസ് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഈ ഒരു സാരി നമ്മളിപ്പം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഈ സാരിക്ക് നമ്മളിപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് 1700 റുപ്പീസ് ആണ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ഇത്രയും ഈ ഒരു വർക്ക് നമുക്ക് നോർമലി ഒരു 3000 റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു സാരി ഈ റേറ്റിൽ ഇപ്പം ഡിസ്പ്ലേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇപ്പം ഇത്രയാണ് ഈ രണ്ട് വൈറ്റ് സാരീസ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ്. ഇതൊരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇഷ്ടിക നിറത്തിൽ വരുന്ന ടൈപ്പ് ഒരു സാരിയാണ്. ഒരു ബ്രിക്ക് റെഡ് കളർ വരുന്ന പോലത്തെ ഒരു ബ്രിക്ക് ബ്രൗൺ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു സാരിയാണിത്. കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള സാരിയാണ്. അതിനകത്തൊരു സെറി ത്രെഡ് വെച്ചിട്ടുള്ള സിൽവർ ത്രെഡും അതുപോലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള പീച്ചിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. സെറി ത്രെഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കസവിന്റെ ഒരു ഫിനിഷോട് കൂടിയാണ് ഇതിനകത്ത് ആ ഒരു ലീഫും സ്റ്റെമ്മും പാറ്റേൺ വന്നിരിക്കുന്നത്. പല്ലു പോർഷനിൽ ഇതുപോലെ നിറച്ച് എംബ്രോയിഡറി ഉണ്ട്. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡി പോർഷനിലും ബോർഡർ പോർഷനിലും ഇതുപോലെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ഫുൾ ബോർഡർ പോർഷനിലും ഇതുപോലെ തന്നെ ഡിസൈൻസ് ഉണ്ട്. ഞാൻ ഫുൾ നൂർത്ത് കാണിക്കുന്നില്ല, ഞാൻ നേരത്തെ ഈ സാരി കാണിച്ചിട്ടുള്ള സാരി തന്നെയാണ്. ഫുൾ ബോർഡറിലും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഡിസൈൻസ് ഉണ്ട്. ഈ ഒരു സാരി നമുക്കിപ്പം ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുവാണ്. ഇതിന്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്നത് 1200 റുപ്പീസ് ആണ്. 1200 റുപ്പീസിന് ഇത് ഇപ്പം ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
നെക്സ്റ്റ് കാണിക്കുന്ന ഒരു മൽമൽ സാരിയാണ്. ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൽമൽ സാരിയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ മെറൂൺ റെഡ് കോമ്പിനേഷനിലൊക്കെ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ്, കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വരുന്നുണ്ട്. നേരത്തെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് പീസുകളായതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിസ്കൗണ്ടിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 785 റുപ്പീസ് ആണ്. ശരിക്കും 1195 റുപ്പീസിൽ വരുന്ന സാരീസ് ആണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ട്രയാങ്കുലർ ജോമെട്രിക്കൽ പാറ്റേണിൽ വരുന്ന ഒരു ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ്. ഇതിനകത്ത് ബോർഡർലെസ് ആയിട്ടാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിന്റെ ബോഡി പോർഷൻ ഇതുപോലെ ഫുൾ ട്രയാങ്കിൾ പാറ്റേണിൽ വരുന്ന പോലെയാണ് വരുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ വരുമ്പം ഇതുപോലെ ഒരു ലൈൻസ് വന്നിരിക്കുന്ന ഒരു പാറ്റേണിൽ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ വരുന്നത് പോലെയാണ്. ഇത് നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും സാരിയായിരുന്നു. ഇതിന്റെ ലാസ്റ്റ് പീസാണ്. ഇങ്ങനെയാണ് ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഒരു പോൾക്ക ഡോട്ട് പാറ്റേണിലാണ് ഇതിനകത്ത് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇതും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. 785 റുപ്പീസ് ആണ് ഇപ്പം നമ്മൾ ഇതിന് പ്രൈസ് ഇട്ടിരിക്കുന്ന, ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടിരിക്കുന്ന ഒരു മൽമൽ സാരി കൂടി നമുക്ക് ലാസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഒരു പിങ്ക് കോമ്പിനേഷൻ, അതൊരു ഒരു ഒരു ഡാർക്കർ പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഓണിയൻ പിങ്ക് എന്നും പറയാൻ പറ്റത്തില്ല. അതൊരു ടൈപ്പ് ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിനകത്ത്. ഇതുപോലെ ലൈൻസ് ബോർഡേഴ്സും അതുപോലെ സെൻട്രൽ ഈ ഒരു വർക്കും വരുന്നൊരു പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെ ഫുൾ ലൈൻസ് വരുന്നത് പോലെയാണ്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണെന്ന് പറഞ്ഞാലും സെയിം കളർ ടോണിലാണ് വന്നിരിക്കുന്നത്. പ്രിന്റ് മാത്രമേ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരി ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു പ്രിന്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 785 ആണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ സാരിയാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു സാരി അല്ല ആക്ച്വലി. ഇത് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലിൽ തന്നെ കാണിക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് അയച്ചു തന്ന സാരിയാണ്. ഇതിനകത്ത് അവർ പാക്ക് ചെയ്ത സമയത്ത് തന്നെ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചു തന്നാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഷാഡോ വർക്ക് എംബ്രോയിഡറി അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് സ്കൈ ബ്ലൂ കളറിലെ ഓർഗൻഡി ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം ഉടഞ്ഞ ഈ സാരി ഇരിക്കുന്നത്. പല്ലു പോർഷനിലാണ് ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ആണ് പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുമ്പം സ്കാറ്റർ ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സ് കിടക്കുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് ഡിസൈൻസ് വരുന്നത്. ഇതിനകത്ത് ഫോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്കൗണ്ടിൽ കൊടുക്കാനായിട്ട് പറയാനുള്ള കാര്യം, ഒരു പാക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഡാമേജ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബോർഡറിൽ ചെറിയൊരു ടോൺ വന്നിട്ടുണ്ട്, അതായത് കീറിയിട്ടുണ്ട് ഇതിന്റെ ബോർഡറിന്റെ അറ്റം. ഇതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷന്റെ ഭാഗത്ത് വരുന്നിടത്താണ് ഈ കീറിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ അത് കണ്ടോ, ഇതുപോലെ ഒരു കീറിലിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർ പാക്ക് ചെയ്ത സമയത്താണ് നോട്ടീസ് ചെയ്തത്. ഡിസ്കൗണ്ടിലാണെങ്കിലും കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് അയച്ചു തന്നൊരു സാരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ടിൽ കാണിക്കുന്നത്. ഈ ഒരു സാരിക്ക് നമ്മൾ 1000 റുപ്പീസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇത് ചെറിയ പിഞ്ചിലാണ്. വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടോ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ ഈ ഒരു ചെസ്റ്റ് പോർഷനിലെ ഇതാണ് ഈ ഇവിടെയോട്ടുകൂടെ ചേർത്തൊരു ഫ്ലവർ കൂടെ ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മൾ ഇതിനകത്ത് ഇനി കറക്ഷൻസ് ഒന്നും ചെയ്യുന്നത്, കാരണം നമ്മുടെ സാധനമല്ല, ഇത് സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് 1000 റുപ്പീസിന് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാരീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന. ഇനിയും ഒരു 1-2 വീഡിയോയിലൂടെ കാണിക്കാനുള്ള സാരീസ് നമ്മുടെ കയ്യിലുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.